കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പി സി ഒ ഡിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇപ്രാവശ്യം നമുക്ക് പി സി ഒ എസിനെ കുറിച്ച് പറയാം. പി സി ഒ ഡി പോലെയല്ല, പി സി ഒ എസ് കുറച്ച് റെയർ ആയിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ ആൾക്കാരിലും അങ്ങനെ കാണണം. ഇത് പി സി ഒ ഡി പോലെയല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ചില ഹോർമോൺ ഇംബാലൻസ് കാരണവും അല്ലെങ്കിൽ ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം, അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമൊക്കെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡിയിൽ എന്ത് ചെയ്യും, മെയിൽ ഹോർമോൺസ് കൂടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ പി സി ഒ ഡിയിലുള്ള പോലെ തന്നെ ഒരുപാട് ഇമ്മച്യൂർ ആയിട്ടുള്ള പക്വത എത്താത്ത ഓംസ് നമ്മുടെ ഓവറീനെ മൊത്തം കവർ ചെയ്ത് സിസ്റ്റുകൾ ഉണ്ടാവുകയും ഓവുലേഷൻ ഒന്നും നടക്കാണ്ട് വരികയും ചെയ്യും. ഒരുപാട് മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി അഥവാ കുട്ടികൾ ഉണ്ടാവാണ്ടൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. സിംറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് പി സി ഒ ഡിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പി സി ഒ എസ് ഉള്ള ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെഡിസിൻസ് എടുത്ത് അതുപോലെ IVF ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രഗ്നൻസിക്കൊക്കെ നമുക്ക് ഒരു സാധ്യത ഉണ്ട്. അതേപോലെ സർജറി വഴി നമുക്ക് ഈ ഒരു ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പി സി ഒ എസ് ആണ്, സാധാരണ കാണുന്ന പി സി ഒ ഡി അല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.